എല്ലാ വീടുകളിലും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നോൺ വെജ് വിഭവങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. ഇവ കേടാകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിനെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ ജീവിതശൈലിയിൽ ഇത് ദിവസേന വാങ്ങുന്നതും പാചകം ചെയ്യുന്നതുമൊക്കെ പലർക്കും ബുദ്ധിമുട്ടാണ്. നോൺ വെജ് വിഭവങ്ങളായാലും വൃത്തിയാക്കി അല്ലെങ്കിൽ പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് പതിവ്. ഇവ കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ഒരു കാലപരിധി ഉണ്ട്. പാചകം ചെയ്യാത്ത നോൺ വെജുകൾ കൂടുതലും ഫ്രീസറിലാണ് സൂക്ഷിക്കുക. ഫ്രീസർ മുഴുവൻ ഐസ് പിടിച്ച് ഇരിക്കുന്നതിനാൽ ഇത് സുരക്ഷിതമാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ അത് ശരിയല്ല. പെട്ടെന്ന് കേടാകുന്ന ഒന്നാണ് കോഴിയിറച്ചി. എന്നാൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അധികം ദിവസം കേടാകാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനൊരു കാലാവധി ഉണ്ടെന്ന് മാത്രം. ഫ്രഷ് ചിക്കൻ 1-2 ദിവസം കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പാചകം ചെയ്ത ചിക്കൻ വിഭവങ്ങളാണെങ്കിൽ 3-4 ദിവസം വരെ കേടാകാതെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഫ്രീസ് ചെയ്ത ഫ്രഷ് ചിക്കൻ പീസുകളാണെങ്കിൽ 9 മാസം വരെയും, ഫുൾ ഫ്രഷ് ചിക്കൻ 1 വർഷം വരെയും, പാകം ചെയ്ത ചിക്കൻ വിഭവങ്ങൾ 2 മുതൽ 6 മാസം വരെയും ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ മീനുകളുടെ കാര്യം അങ്ങനെയല്ല. പാചകം ചെയ്തതായാലും അല്ലാതെ ഉള്ളതായാലും പെട്ടെന്ന് കേടാകും. കറി വെച്ചതും ഫ്രൈ ചെയ്തതുമായ മത്സ്യം പരമാവധി 2 ദിവസമാണ് കേടാകാതെ ഇരിക്കുന്നത്. കക്കയും 2 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. സ്മോക്ക്ഡ് ഫിഷ് ആണെങ്കിൽ പരമാവധി 14 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. ഉണക്കമീനുകളാണെങ്കിൽ മാസങ്ങളോളം ഉപയോഗിക്കാം. ബീഫ് ആണെങ്കിൽ 3 മുതൽ 5 ദിവസം വരെ കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. പാചകം ചെയ്ത ബീഫ് വിഭവങ്ങൾ 3-4 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. ഫ്രഷ് ആയിട്ടുള്ള പന്നിയിറച്ചി 3 മുതൽ 5 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാണെങ്കിൽ 4 മുതൽ 8 ദിവസം വരെ കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. നന്നായി പൊതിഞ്ഞു വേണം ഇവ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാൻ. പന്നിയിറച്ചി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ 2 മുതൽ 3 ദിവസം വരെ ഫ്രിഡ്ജിലും 3 മുതൽ 4 മാസം വരെ ഫ്രീസ് ചെയ്തും ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാകാതെ ഇരിക്കാൻ വേണ്ടി കൃത്യമായ താപനിലയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കുന്നതാണ് നല്ലത്. എല്ലാത്തിന്റെയും കാലാവധി മനസ്സിലാക്കുക. ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കുക.